ഒളിച്ചോടി പോകുന്ന മുസ്ലിം പെൺകുട്ടിയെ കാണുന്നവനാ. 18 വയസ്സുള്ള പെൺകുട്ടി അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയി. ആ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുവന്നു. വാപ്പ കരയുകയാണ്, ഉമ്മ കരയുകയാണ്. മോളെ, അവൻ നമ്മുടെ മതമല്ല, ഞാൻ മരിക്കും, നീ ഇറങ്ങിപ്പോയാൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ പെൺകുട്ടി അനങ്ങുന്നില്ല. വാപ്പ പറഞ്ഞു നോക്കി, ഉമ്മ പറഞ്ഞു നോക്കി, തല്ലി നോക്കി, ഉപദേശിച്ചു നോക്കി, ഭീഷണിപ്പെടുത്തി നോക്കി, സ്നേഹത്തോടെ പറഞ്ഞു നോക്കി. മരണത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, ഖബറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, മഹ്ശറയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ചോദിക്കുന്നു, നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? ഇവിടെ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയി. അതിനെ വിളിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് വാപ്പ പറഞ്ഞു, മോളെ, അവൻ നമ്മുടെ ജാതിയല്ല, മോളെ, ഈമാനില്ലാതെ മരിച്ചു പോകും, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഉമ്മ പറയുന്നു, വാപ്പ പറയുന്നു, എല്ലാരും ഉപദേശിച്ചു. എന്നിട്ടും ചോദിക്കുന്നു, എന്താ നിന്റെ അഭിപ്രായം? എനിക്ക് അവനെ തന്നെ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തുകൊണ്ട് അവിടെ ചിന്തിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എടാ ചങ്ങാതി, നീ പറയുന്നത് കേട്ടാലല്ലേ അവൾക്ക് നന്നാകാൻ പറ്റൂ. എന്താ മനസ്സിലാക്കാത്തെ? നീ പറയുന്നത് എന്തെങ്കിലും കേൾക്കണ്ടേ അവൾ? നീ പറയുന്നത് കേട്ടാലല്ലേ അവൾക്ക് നന്നാകാൻ പറ്റൂ. കേൾക്കുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, അദാ വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തഅദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുകയാണ്. എത്ര പറഞ്ഞിട്ടും തന്റെ സമുദായം നേരെയാകുന്നില്ല. പടച്ചവനെ ഉപദേശിച്ചിട്ട് നന്നാകുന്നില്ല. വിഗ്രഹങ്ങളുടെ മുന്നിൽ പോയി കിടക്കുകയാണ്. മൂസാ നബി അവർ വല്ലാതെ പീഡിപ്പിക്കുകയാണ്. മൂസാ നബി അവർ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. മൂസാ നബി പറയുന്നു, ഞാൻ നിങ്ങളിലേക്ക് അയച്ച പ്രവാചകനാ, എന്തിനാ നിങ്ങൾ എന്നെ ഉപദേശിക്കുന്നത്? എന്നെ നിങ്ങൾ ഉപദ്രവിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നന്നാകാൻ അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് പരിഗണിക്കാത്തവൻ, അവന്റെ ചെവി അല്ലാഹു അടയ്ക്കുകയാ. അവന്റെ ചെവി അല്ലാഹു അടയ്ക്കുകയാ. അവന്റെ ഹൃദയം അല്ലാഹു സീല് വെക്കുകയാണ്. പിന്നെ എങ്ങനാ കേൾക്കുന്നത്? പിന്നെ എങ്ങനാടോ നീ പറയുന്നത് അവന്റെ ചെവിയിലൂടെ കേൾക്കുന്നത്, അവന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നത്? അല്ലാഹു പറയുകയാ, എന്നെ മറന്നവനുണ്ടല്ലോ, എന്റെ കലാമിനെ പുച്ഛിച്ചവനുണ്ടല്ലോ, എന്റെ ഖുർആനിനെ നിസ്സാരമാക്കിയവനുണ്ടല്ലോ, അവന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം ഇറങ്ങില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ആ പ്രായം ചെന്ന നിന്റെ വാപ്പ ഇപ്പോഴും നിസ്കരിക്കാതെ വീടിനകത്തിരിക്കുന്നേ കണ്ടിട്ടില്ലേ? പ്രായമുള്ള ഉമ്മമാര്, പണ്ടത്തെ പെണ്ണുങ്ങൾ മഗ്രിബ് കഴിഞ്ഞാൽ ദിക്റ് പറയും, മഗ്രിബ് നിസ്കരിക്കും, വാക്കിയ ഓതും, സജദ ഓതും, മുൽക്കോതും, അല്ലാഹുവേ പടച്ചവനെ യാസീൻ ഓതും, സൂറത്തുർ റഹ്മാൻ ഓതും, എന്നിട്ട് ഹദ്ദാദ് ഓതും, നിസ്കരിക്കും, ഇബാദത്ത്. ഇപ്പോഴോ പടച്ചവനെ ഇരുന്ന് ടിവിയുടെ ഫ്രണ്ടി ഇരുന്ന് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. മക്കള് ചോദിക്കുന്നു, എന്തേ ഉമ്മ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയേ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചിലരെങ്ങനാടോ സഹോദര. ഉദാഹരണം ചോദിക്കട്ടെ, റമളാനിന്റെ 1-ാമത്തെ രാവിൽ തന്നെ എല്ലാ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ചു ബന്ധിപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ബന്ധിപ്പിക്കൂലേ? ബന്ധിപ്പിക്കുവോ? നിങ്ങൾ എന്താ ഇപ്പൊ വെടിയുണ്ടതുപോലെ ഇരിക്കണം? എടോ, ഈ റമളാനിന്റെ 1-ാമത്തെ ദിവസം തന്നെ ശൈത്താന്മാരെ മുഴുവനും ബന്ധിപ്പിക്കൂലേ? ബന്ധിപ്പിക്കൂലേ? എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലയിലിടും. എന്നാലും റമളാനി നോമ്പ് പിടിക്കാതെ വാവാട് കൂടെ നടക്കുന്ന കാക്കാമാരെ കണ്ടിട്ടില്ലേ? എടാ, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പോലും നോമ്പ് പിടിക്കാത്ത മുസ്ലിമിനെ കാഫിരീങ്ങൾ പിടിക്കൂടാ. അമുസ്ലിമീങ്ങൾ പോലും ഈ മാസത്തെ ബഹുമാനിക്കും. നമ്മുടെ ആൾക്കാരോ പരസ്യമായി മുണ്ടും മടക്കി കുത്തിയിട്ട് വലിക്കുക. റമളാനില് പള്ളി പോലും കയറാത്തവൻ സർവ്വ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലയിൽ ഇട്ടിരിക്കുന്നു. ഇവന്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഏതാ ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കാൻ, ഇവൻ എവിടെടാ? ഇവന്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഏതാ? അതാ ചിന്തിക്കണ്ടേ? അങ്ങനെ ചില ആൾക്കാരുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്ലീസിനെക്കാളും വലിയ ഇബ്ലീസ് ജീവിച്ചിരുന്ന കാലവാ. ഇബ്ലീസിനെക്കാളും സാക്ഷാൽ ഫിർഔനിന്റെ പേര് കേൾക്കുമ്പോ എന്തോ പറയണമെന്നല്ലേ? എന്താ ഫിർഔനിന്റെ പേര് കേൾക്കുമ്പോ എന്തോ പറയണ്ടേ? എന്താ ഓന് മാത്രം ഈ പ്രത്യേകത? അബൂജഹല്, ഉത്ബത്ത്, ഷൈബത്ത്, കാറൂന്, നമ്രൂദ് ഇല്ലേ?
ഇവന്മാരുടെ ഒന്നും പേര് കേൾക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്നില്ലല്ലോ. ഇവന്റെ പേര് മാത്രം കേൾക്കും. ഇവന്റെയും ഇബ്ലീസിന്റെയും പേര് കേൾക്കുമ്പോൾ ലഅനത്തുള്ള പറയണം. എന്തുകൊണ്ട്? അപ്പൊ അവൻ സാധാരണ ആളല്ല എന്ന് അതിന് മനസ്സിലാക്കണം. ഇബ്ലീസും നമ്മൾ ചിന്തിക്കേണ്ടത് നാളെ നരകത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ശൈത്താൻ പ്രസംഗിക്കുന്ന ചരിത്രം പറയുന്നത്. നാളെ നരകത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഇബ്ലീസ് തന്റെ അനുയായികളോട് പ്രഭാഷണം നടത്തും. പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ശൈത്താൻ പറയാ, അളിയാ കേറിക്കോ കേറിക്കോ, എല്ലാരും കേറിക്കോ, നരകത്തിൽ കയറി, എല്ലാത്തിനും ഇങ്ങനെ കയറ്റിവിടാ. അപ്പൊ ഇവനിങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുമെന്നാ. അപ്പോഴാ ഫിർഔൻ ഇങ്ങനെ നടന്നു വരുന്നു. ഫിർഔൻ ഇങ്ങനെ നടന്നു വരുമ്പോ ഇരിക്കണ സ്ഥലത്ത് നിന്ന് ഇബ്ലീസ് എഴുന്നേക്കൂന്ന. ഇരിക്കണ സ്ഥലത്ത് നിന്ന് ഇബ്ലീസ് എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ഫിർഔൻ ചോദിക്കും, നീ എന്തുവാടാ എന്നെ കണ്ടപ്പോ കളിയാക്കുന്നോ? ഞാൻ വന്നപ്പോ എഴുന്നേക്കുന്നു. നീ ഒറ്റ ഒരുത്തന എന്നെ ഇങ്ങനെ ആക്കിയേ, നീ ഒറ്റ ഒരുത്തനാടാ എന്നെ ഇങ്ങനെ പിഴപ്പിച്ചേ, എന്നെ ഈ നരകത്തിലാക്കിയത് നീയാടാ, ഇന്ന് എന്നെ കാണുമ്പോ നീ കളിയാക്കുന്നുണ്ടോ? ഇപ്പൊ ഇബ്ലീസ് പറയും, അത്ര അളിയ നീ സാധാരണ ആളൊന്നുമല്ല, നീ ലോക്കലൊന്നുമല്ല, ഇതൊക്കെ ശരി തന്നെ, നീ പറയണൊക്കെ ശരി തന്നെ, നിന്നെയും പിഴപ്പിച്ചത് ഞാനാ, ഈ നരകത്തിൽ കിടക്കുന്ന ആൾക്കാരെ മുഴുവനും പിഴപ്പിച്ചത് ഞാൻ തന്നെയാ. പക്ഷെ നീ സാധാരണ ആളല്ല. കാരണം എന്തേ? ശൈത്താൻ ഇന്ന് വരെ ആരോടെങ്കിലും ഞാൻ അള്ളാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ഇബ്ലീസ് ഇന്ന് വരെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ അള്ളാണെന്ന്? പറഞ്ഞിട്ടില്ല. കാരണം ഓൻ അള്ളാഹ് ആരാണെന്ന് നല്ലപോലെ അറിയാം. അള്ളാഹു ആരാണെന്ന് ഇബ്ലീസിന് നല്ലതുപോലെ അറിയാം. അന റബ്ബുക്കുമുൽ അഅല. ഫിറഔൻ പറഞ്ഞു അന റബ്ബെന്ന്. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ശൈത്താൻ ആരാ? ഇന്നും അവന്റെ അനുയായികൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. പള്ളിയുടെ മുറ്റത്ത് കിടന്നാലും അവൻ കയറൂല. അള്ളാന്റെ പള്ളിയുടെ മുമ്പിൽ അവന്റെ വീട്, ആൾക്കാർ മുഴുവനും നിസ്കരിക്കാൻ വരും, എന്നാലും അവൻ കയറൂല. കാരണം ഇവൻ അവന്റെ തലമുറയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയുന്നവനെ എടാ പിന്നെ കളയാനേ പറ്റത്തുള്ളൂ. ഏകത്തേക്കൊന്നും അള്ളാഹ് ഇറക്കൂല. നിനക്ക് നന്നാകണമെന്ന് തോന്നിയാലേ അള്ളാഹു നിന്നെ നന്നാക്കും. അതിനി അത് മനസ്സിലാക്കുക.